ടൗണിലേക്കുള്ള വഴി ഇതന്നെ? ടൗണിലേക്കുള്ള വഴി ഇതല്ല, അപ്പുറത്തെയാണ്. ഇങ്ങോട്ടാണ് പോയത്? ഞാനിടാ മനോഹരനില്ലേ ബാങ്കിൽ ഇപ്പൊ റിട്ടയർഡ് ആയി, ആ മനോഹരന്റെ വീട്ടിലേക്ക് പോയത്. മനോജേട്ടന്റെ വീട്ടിലേക്കാ? അവിടെ എന്ത് സംഭവം? അവിടെ മനോഹരന്റെ മോനില്ലേ, പണ്ടൊരു കല്യാണക്കാരിയായിട്ട് അങ്ങനെ പോയത്. ആര്? വിജേഷിന്റെയാ? ആ വിജേഷ്. ചെക്കനെ കുറിച്ച് അന്വേഷിച്ചു തന്നെയാ? ചെക്കനെ കുറിച്ച് അന്വേഷിച്ചു വിടലും എല്ലാവരും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അഭിപ്രായം പറഞ്ഞറിയാം. ഇന്ന് അറിയുന്ന നിങ്ങൾക്ക് അറിയുന്നയാ? അറിയുന്ന തന്നെ, പക്ഷേ നിങ്ങൾ ഒന്നും കൂടി ആലോചിക്കുന്നതായിരിക്കും നല്ലത്. പ്രശ്നം ഉണ്ടോ? ചെക്കൻ അത്ര ശരിയില്ല, ചെക്കന് ചെറിയ കുറച്ച് ദുശീലെല്ലാം ഉണ്ട്. അതുകൊണ്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ കല്യാണത്തിനെ കുറിച്ച് അയച്ചോ. ഞാൻ ഏട്ടനായിട്ട് പറഞ്ഞേ ഇല്ലു. നമ്മളിവിടെ ചോദിച്ചു തരുന്ന ആരും അങ്ങനെ വലിയ കുറ്റമോ കുഴപ്പമൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞേ ഇല്ലു. നിങ്ങൾ പറഞ്ഞേതായാലും നന്നായി. ഒന്നും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് തന്നെ ഏതായാലും ഉറപ്പിക്കുന്ന ആക്കാം. എന്നിട്ട് അന്വേഷിച്ചിട്ട് തന്നെ. എന്തൊരാശ്വാസം. എടാ വിജേഷ് വരുമ്പോ നമ്മളെ ചങ്ങായില്ലേ, ഓന്റെ കല്യാണല്ലേ നീ ഇപ്പൊ മുടക്കി? എടാ നമ്മ ഇപ്പൊ ഇരിക്കുന്ന ഈ രണ്ടാളെ സ്ഥലത്ത് എത്ര ആളുണ്ടായി നമ്മളെപ്പുറം ഇരിക്കാൻ? 5-6 ആളുണ്ടായിരുന്നു. 5-6 ആളുണ്ടായിട്ടേ എല്ലാരും പോയിട്ട് ഇപ്പൊ നമ്മ രണ്ടാള് മാത്രം അവൻ എന്ത് കാരണം? ബാക്കി എല്ലാരും കല്യാണം കഴിഞ്ഞു പോയി. കല്യാണം കഴിഞ്ഞു പോയല്ലേ? നമ്മ 3 മാത്രം കല്യാണം ചെയ്യാത്തോണ്ടാ നമ്മ 3 മാത്രം ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ വിജേഷിന്റെ കല്യാണം കഴിഞ്ഞ അവനും പോവില്ലേ? അത് പോവും. എടാ എന്റെ സ്വഭാവത്തിനോ എന്റെ കഴിവിനോ ഈടുന്നല്ല ഏത് പഞ്ചായത്തിൽ നിന്നൊക്കെ പെണ്ണിന് കിട്ടൂല. പക്ഷെ എനക്ക് പെണ്ണ് കിട്ടും. അപ്പൊ എനക്കൊരാലോചന വന്നാ നീ അതും മുടക്കുവോ? മുടക്കും, ഉറപ്പായിട്ടും മുടക്കും.